കഴുകനെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴുകൻ മുട്ടയിടുന്നത് പർവ്വതത്തിൻ്റെ ഉന്നത ശിഖരത്തിലും വൃക്ഷങ്ങളുടെ മുകളിലത്തെ കൊമ്പിലുമാണ്. മുള്ളിൻ്റെ വള്ളി കൊണ്ടാണ് കഴുകൻ കൂട് മെനയുക. പഞ്ഞി, പുല്ല്, വൈക്കോൽ, പഴംതുണി ഇതിനകത്ത് കരുതും. അടയിരിക്കും. കുഞ്ഞ് തോട് കുത്തി പുറത്തു വരും. പുറത്തു വരുമ്പോൾ കുഞ്ഞു കഴുകൻ ഈ അമ്മ കഴുകൻ പറന്ന് നടന്ന് പോഷകാംശമുള്ള ഭക്ഷണം ശേഖരിച്ച് വായിൽ വെച്ച് ചവച്ചരിച്ച് ജ്യൂസ് പോലാക്കും. കുഞ്ഞിൻ്റെ ചുണ്ട് അമ്മയുടെ വായിൽ കയറ്റി വെക്കും. 45 ദിവസം കഴിയുമ്പം പപ്പ് മുളയ്ക്കും, ദേഹം കൊഴുക്കും, മേനും മുഴുക്കും. എന്നാലും കുഞ്ഞിന് പറക്കാൻ മടിയാണ്. അപ്പോൾ തള്ളക്കഴുകൻ ഇരുമ്പ് പോലെ ബലമുള്ള ചുണ്ടുകൊണ്ട് കുഞ്ഞിനെ കൊത്തിയെടുത്ത് ആകാശത്തിൻ്റെ അനന്തത്തിലേക്ക് വരും. അങ്ങും മോളിൽ ചെന്നിട്ട് ഒറ്റ കുടച്ചിൽ ചുണ്ടേന്ന് പിടിവിടുന്ന കുഞ്ഞ് തലയും കുത്തി താഴത്തോട്ട്. അതോർക്കും വടതിയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ആ പണി തന്നെ ഈ പണിയെന്നും പറഞ്ഞ് തലയും കുത്തി വീഴുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ തള്ളക്കഴുകൻ താഴത്തേക്ക് പറന്നിറങ്ങും. വിസിരി പോലെ വിശാലമായ ചിറക് മുറം പോലെ വിളിച്ചു പിടിക്കും. 5-8 പ്രാവശ്യം ട്രെയിനിങ് കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ കുഞ്ഞു കഴുകൻ പറക്കാൻ പഠിക്കും. ഇതുപോലെ ദൈവം ചിലപ്പോൾ നമ്മളെ കരയിപ്പിക്കും, ചിരിപ്പിക്കും, തോൽപ്പിക്കും, ജയിപ്പിക്കും, വീഴിക്കും, എഴുന്നേൽപ്പിക്കും. അങ്ങനെ കൂടുതൽ മനക്കെട്ടി ഉള്ളവരാകാൻ ദൈവം നമുക്ക് സഹനം തരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ സഹിച്ചവർക്ക് കൂടുതൽ മനഃശക്തിയുണ്ട്. കുറച്ച് സഹിച്ചവർക്ക് ചെറിയ മനഃശക്തി, കൂടുതൽ സഹിച്ചവർക്ക് വലിയ മനഃശക്തി. ഓരോ സഹനവും വരുമ്പോൾ ദൈവം എന്നെ ശക്തിയുള്ള ഉപകരണമാക്കി മാറ്റാൻ നിമിത്തമാകുന്നു, കാരണമാകുന്നു എന്നോർക്കണം. ഈ സഹനത്തിന് രക്ഷാകരമായ മറ്റൊരു വശം കൂടിയുണ്ട്. അതാണ് പകരം സഹനം. പകരം സഹനം. ആരെങ്കിലും പകരം സഹിക്കുമ്പോൾ ചിലർ ജീവിക്കും. നിപ്പ വൈറസ് വന്നപ്പോൾ ചില നേഴ്സുമാർ പകരം സഹിച്ചു, ചിലർ മരിച്ചു വീണു. അപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. കൊറോണ വൈറസിൻ്റെ കാലഘട്ടത്തിൽ പല ഡോക്ടർമാരും നേഴ്സുമാരും മരിച്ചു വീണു. അനേകർ അതുവഴി ജീവൻ പ്രാപിച്ചു. ഒരമ്മ ഭക്ഷണം വലിച്ച് സഹിക്കുമ്പോൾ അപ്പന് മാറ്റം വരും, മക്കൾക്ക് മാറ്റം വരും. അപ്പൻ്റെയും അമ്മയുടെയും സഹനം മക്കൾക്ക് മാറ്റം വരും. അധ്യാപകരുടെ സഹനം വിദ്യാർത്ഥിക്ക് മാറ്റം വരുത്തും. നേഴ്സിൻ്റെയും ഡോക്ടറുടെയും സഹനം രോഗിക്ക് സൗഖ്യം വരുത്തും. ഭക്ഷണം വെടിഞ്ഞും പ്രാർത്ഥിക്കുന്നത് ഈ പകരം സഹനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ അമ്മമാർ മുട്ടുകൂത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സഹനം കുഞ്ഞിൻ്റെ ഓർമ്മശക്തിയായി പറന്നിറങ്ങുമെന്നുള്ള ഒരു വിശ്വാസമാണ്. ഇതാണ് പകരം സഹനം. അപ്പോൾ ഇങ്ങനെ സഹനത്തെ നമ്മൾ കാണുക. നമ്മുടെയൊക്കെ ജീവിതം ഒരു കത്തിൻ്റെ യാത്ര പോലെയാണ്. ഒരു കത്ത് ഞാൻ അയക്കുന്നു ഒരാൾ, പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കിയിട്ട് പറയുന്നു, നല്ല കവറ്, നല്ല സ്റ്റാമ്പ്, ഇരിക്കട്ടെ ഒരു ഉമ്മ എന്നും പറഞ്ഞ് കത്തിന് ഉമ്മ കൊടുത്തിട്ട് പോസ്റ്റ്മാൻ കത്ത് പോക്കറ്റിലിട്ടാൽ എത്തേണ്ട സ്ഥാനത്ത് എത്തുകയില്ല. പോസ്റ്റ്മാൻ മുഖം നോക്കി സീലടിക്കും, വലിച്ചെറിയും, ചക്കിക്കെട്ടും മുറുക്കിക്കെട്ടും വണ്ടിയിലെറിയും, കുലുങ്ങി കട്ടറ് കുന്നേക്ക് വിളിച്ചാടി അത് എത്തേണ്ടടുത്തെത്തും. അവിടുത്തെ പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കിയിട്ട് പറയും, മുഖത്ത് മാത്രമേ ഉള്ളൂ, ഇരിക്കട്ടെ പെടലിക്ക് വരണം. ഇത്രയും സീലും കുത്തും കൊണ്ടാലേ ഒരിടത്ത് നയിക്കുന്ന കത്ത് അടുത്ത സ്ഥലത്തെത്തും. പിതാവായ ദൈവം അമ്മയുടെ ഗർഭപാത്രം എന്ന പോസ്റ്റ് ബോക്സിൽ സ്വർഗവും പിയും നെറ്റിയിലെഴുതി നമ്മളെ പോസ്റ്റ് ചെയ്തു. ഏകമാതാവ് ലോകമാതാവിൻ്റെ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മളെ പ്രസവിച്ചു. ഈ ലോകയാത്രയിൽ ഭാര്യയുടെ സീല്, ഭർത്താവിൻ്റെ ഞോണ്ട്, മക്കളുടെ കുത്ത്, മരുമക്കളുടെ തൊഴി, നാട്ടുകാരുടെ ചൊറിഞ്ഞ കമൻറ്റ്, ഇതെല്ലാം കേട്ടാലേ ദൈവം ഒരുക്കുന്ന സ്വർഗം ബിയോയിൽ എത്തിച്ചേരൂ. ആ ഒരു ചിന്ത നമ്മൾ നയിക്കട്ടെ. സഹനം വരുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കുക. സഹനത്തെ അവസരങ്ങളായി കാണുക. തകർച്ചകളെ അവസരങ്ങളായി കണ്ട് വളരുക. അതിന് ജഗദീശ്വരൻ നമ്മെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.